ഞങ്ങൾ കടയൊന്നും കൂടി ക്ലീൻ ആക്കാൻ പോവാണ്. മച്ചാനെ റെഡി അല്ലേ? എന്താ മോനെ ഞങ്ങൾ ക്ലീൻ ചെയ്യട്ടെ കേട്ടാ. എല്ലാവരും നല്ല വൃത്തിയാണ്. കുറെ ഉണ്ട് ക്ലീൻ ചെയ്യാനായിട്ട്. ഞങ്ങള് ക്ലീൻ ചെയ്തിട്ട് ഉള്ള ഒരു അവസ്ഥ കാണിച്ചു തരാട്ടെ കടയുടെ. ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ള അതായത് കംപ്ലീറ്റ് ക്ലിയറാണ്. കണ്ടോ? മൊത്തം പെയിന്റ് ചെയ്യണതല്ല, ഇത് അടിച്ചു കളയണതാ. ഞങ്ങളിത് കഴിഞ്ഞിട്ടുള്ള കടയുടെ അവസ്ഥ കാണിച്ചു തരാട്ടാ. നിലവിൽ ഇങ്ങനെയാണ് കിടക്കണേ. കണ്ട മാറാലൊക്കെ ആയിട്ട് കളഞ്ഞ് സുന്ദരമാക്കിയിരിക്കുന്നത്. ഇത് ഇപ്പം ഇത്രയും അവിടെ നിന്ന് എടുത്തുള്ള വേസ്റ്റാണ്. എന്റെ പൊന്നേ, ഇവിടെ ഇട്ടാ നേരത്തെ ഇവിടെ ആയിരുന്നു ഒരു ക്ലീൻ ചെയ്തത്, സെറ്റപ്പായി. എന്താ മാറാലയൊക്കെ അടിച്ചു കളഞ്ഞ സുന്ദരമായി. ആഹാ, കടയിലേ ഒരു ഫാനുള്ളൂ. പക്ഷെ ആ ഫാനിന്റെ അവസ്ഥ ഉണ്ടാ, നിറയെ മാറാല ഉണ്ടാ. ഇനിയാണ് നമ്മൾ ഈ മാറാലയൊക്കെ പറ്റി സുന്ദരമാക്കാൻ പോണേ. ഹായ്, ഞങ്ങള് ഫാൻ ക്ലീൻ ആക്കി എന്ന് പറഞ്ഞില്ലേ, നടപടിയിൽ. അതുകൊണ്ട് പുതിയ ഫാൻ മേടിച്ചിട്ടു. നോക്കിയേ അവിടെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുതിയ ഫാൻ. ആക്ച്വലി ഇത് ഞങ്ങൾ ക്ലീൻ ചെയ്താണ് കേട്ടാ, പുതിയ ഫാനൊന്നും അല്ല. ഫാനിന്റെ മുതലാളിനെ പറ്റിക്കാം. പുതിയ ഫാൻ ഒരെണ്ണം മേടിച്ചു എന്ന് പറഞ്ഞു. ക്ലിയർ ആക്കിയ ഫാനിന്റെ കാറ്റൊന്ന് കൊണ്ടുപോട്ടെ കേട്ടോ. ആഹാ, ഹായ്, ചോറിനോടെ ഇപ്പൊ കഴിഞ്ഞുള്ള ക്ലീനിങ് നീ കഴിച്ചാ? ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ആഹാ, ഞാനും മച്ചാനും കൂടി നമ്മുടെ കടയെ മാറാലയിൽ നിന്നൊക്കെ രക്ഷിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. മാലിക്ക് വരുമ്പോൾ സന്തോഷമാണ് ചെയ്യുന്നത്. ഇത് അത്തിമരമാണ്, അതുകൊണ്ട് വെട്ടിക്കളയാണ്ട് ഇങ്ങനെ വെച്ചേക്കണം. അതുപോലെ ടേബിൾ ഷീറ്റൊക്കെ ഒരെണ്ണം പുതിയത് മേടിച്ചിട്ടു. ഞങ്ങൾ പുതിയ ഫാൻ മേടിച്ചു. നല്ല അടിപൊളിയായില്ലേ മച്ചാനെ? നീ പോയി കഴിക്കാം. ഞാൻ പൊന്നിയേരി ചോറ് രാത്രിക്കയുടെ കടയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നേക്കാണ്ടാണ്. ഇതാണ് ഞാൻ രാവിലെ കഴിച്ച പൂരി പൈപ്പൊടി. ഊണ് കഴിക്കാനാണ് പൊന്നിയേരിയാന്നുള്ളത്. പൊന്നിയേരിയുടെ ഊണ് കണ്ടില്ല. ഈ ഇരിക്കുന്ന 2 മീൻ സിലോപ്പി 50 രൂപ ഉള്ളൂ കേട്ടാ. എത്ര രൂപ? 50 രൂപ. സാപ്പിടും, ധാരാളമാ സാപ്പിടും. അപ്പൊ ഈ കട ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് നന്ദിയുണ്ട്. നന്ദിക്ക് എന്താ തമിഴ് നன்றி.